യുവാവായിരുന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മോശം ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. മദ്യത്തിനടിമപ്പെട്ടിരുന്നു. ഉക്കാള ചന്തയിലെ വീരനായിരുന്നു അദ്ദേഹം. ഒരു യുവാവായിരിക്കുന്ന വ്യക്തിക്ക് സങ്കൽപ്പിക്കാവുന്ന എല്ലാ ദുശ്ശീലങ്ങളും ഉമർ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു. വളരെയധികം കർക്കശക്കാരനായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. പലർക്കും അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വരാൻ പേടിയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പെൺകുഞ്ഞിനെ അദ്ദേഹം കുഴിച്ചുമൂടിയ സംഭവം. ആ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു സംഭവം ഇസ്ലാമിക ലോക ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തിയതായി കണ്ടിട്ടില്ല. ഈ സംഭവം പടച്ചുവിട്ടത് അദ്ദേഹത്തെ ശക്തമായി എതിർത്തിരുന്ന ഷിയാക്കളായിട്ടുള്ള ഒരു വിഭാഗം ആണ് എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അത്തരത്തിലുള്ള ദുരാചാരം ഖുറൈശികൾ ചെയ്തിരുന്നു. പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചുമൂടുന്ന ഒരു പ്രവൃത്തി ജാഹിലിയ്യ കാലഘട്ടത്തിൽ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാ ഖുറൈശി ഗോത്രക്കാരും അത് നടപ്പിലാക്കിയിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗോത്രക്കാരും ചെയ്തിരുന്നില്ല. അതിന് തെളിവാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരി ഫാത്തിമ റളിയല്ലാഹു അൻഹു ജീവനോടെ ഇരുന്നത്. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുൻപ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ജനിച്ച മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹു അവിടെ ജീവനോടെ ഉണ്ടായത് അദ്ദേഹം ആ സമ്പ്രദായം നടപ്പിലാക്കിയിരുന്നില്ല എന്നതിന് തെളിവാണ്. അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് തന്നെ അബൂ ഹഫ്സ